രാവിലെ 5:35 എന്നാണ് എൻ്റെ ഒരു നിഗമനമല്ല. 5:35 ആയി. എനിക്ക് 6:30 ബസ്സുള്ളത്. നോർമലി ഞാൻ ഇത്ര നേരത്തെ ഒന്നും എനിക്കറിയില്ല. ഇന്ന് നിങ്ങളെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നേരത്തെ കെട്ടിയെന്നുള്ള എണീറ്റത്. സോ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത്, എനിക്കിഷ്ടമായ ലൈക്ക് ചെയ്താൽ മതി, ഞാൻ നിർബന്ധിക്കത്തൊന്നുമില്ല. ഓക്കെ, ഇഷ്ടമായ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട്. ഓക്കെ ഗൈസ്, സോ നമുക്ക് ആദ്യം തന്നെ പോയി പല്ല് വയ്ക്കാം. അപ്പോൾ പല്ല് വെച്ച് റെഡിയായിട്ട് വരാം. ഓക്കെ, പല്ല് വയ്ക്കാൻ പോകും. ഓക്കെ ഗൈസ്, എനിക്ക് പണിക്ക് പോകണ്ട ഗൈസ്. അപ്പം ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. സോ നമ്മളൊരു ഡ്രസ്സൊക്കെ മാറി വന്ന് ഒരു വെനസ്ഡേയുടെ ഒരു പുള്ളോവറും ഒരു ബാഗി ജീൻസും അതിൻ്റെ അകത്തൊരു തെർമൽസിൻ്റെ പാൻറ്റും ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. തണുത്ത് ചാവും അല്ലെങ്കിൽ. വെളുപ്പം കാലത്ത് ഇങ്ങനെ ചെയ്യണമെന്നാണ് നമുക്ക് കുറച്ചും കൂടി സുഖം. ഇവർ പറയും മൊത്തം മലത്തേക്ക് ഇടാൻ പറയും. നമ്മൾ ഇത്ര സേഫായിട്ടൊട്ടും തോന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കണത്. കണ്ട, ഇവിടുത്തെ ജനലേക്ക് ഇങ്ങനെയാണ്. സോ ഗൈസ്, ആദ്യം തന്നെ മരുന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ പണിയുടെ അവിടെ വരെ എത്തുമെന്ന് എനിക്ക് സംശയമാണ്. സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ മെഡിസിൻ കഴിക്കാം. ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് വാട്ടറും തീർന്നിരിക്കുന്നു. ഇവിടെ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഗുളിക ഇവിടെ നിന്ന് ഇറങ്ങിയാന്ന് എനിക്ക് ഉറങ്ങിവിടട്ടോ. അങ്ങനെ സോ ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, സോ ഞാനങ്ങനെ കുറേ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിൽ ചെയ്യും, അല്ലാതെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്യണത് ഭയങ്കര ചുരുക്കമാണ്. ഓക്കെ, ആക്ച്വലി പുള്ളി എനിക്ക് ഇച്ചിരി വലുതാണ്, ബട്ട് ഐ പ്രിഫർ ടു വെയർ സംതിങ് ദാറ്റ് സോ ബിഗ് ഫോർ മീ. ഐ ലൈക്ക് ഇറ്റ്. ഇത് നിവിയയുടെ ഒരു മോയ്സ്ചറൈസറാണ്. ഓക്കെ, പറ്റണം അത്രയും തേച്ചോ, കാരണം ഈ മുരിഞ്ച് വരും. നെക്സ്റ്റ് ഐലൈനർ. ഐലൈനർ വെച്ച് തന്നെയാണ് ഞാൻ പൊട്ടും തൊട്ട് കൊടുക്കാറ്. ഓക്കെ, ഇങ്ങനെ 1.5 കിലോമീറ്റർ പൊക്കത്ത് പോയി നിങ്ങൾ. ഒരു മിനിറ്റ് ഗൈസ്, എനിക്കിത് നോക്കാതെ കണ്ണെഴുതാറിഞ്ഞൂടാ. ഒറ്റ മിനിറ്റ്. ഈ ലോകത്തിലെ ഏറ്റവും വേസ്റ്റായിട്ട് ഐലൈനർ ഇടുന്ന വ്യക്തികൾ ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് എനിക്കായിരിക്കും കിട്ടുന്നത്. കാരണം ഒരെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം ചെറുത്. ഉണ്ടാകും. എനിക്കൊരു +1 +2 വരെ ഒന്നും ഐലൈനർ എഴുതാൻ പോയിട്ട് ഒന്നും അറിഞ്ഞൂടായിരുന്നു. ഐലൈനർ യൂസ് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാരികളെ ചെയ്യണം കണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ആയത്. ഇപ്പോഴത്തെ 1ാം ക്ലാസ്സിൽ പോയിട്ടൊരു 5 വയസ്സുള്ള കൊച്ചിനെ വേണമെങ്കിൽ എഴുതാൻ അറിയാൻ പറ്റും ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഐലൈനർ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇപ്പോഴും ഞാൻ പിടിച്ചിട്ടില്ല. കണ്ടിട്ട് ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതാക്കി എഴുതി വെച്ചേക്കണം. ബട്ട് ഐ ഡോണ്ട് കെയർ. മേക്കപ്പ് കോമ്പറ്റീഷന് പോകണമല്ലോ. എനിവേ, ദിസ് ഈസ് മൈ ലിപ് ബാം.
ഈ ലിപ് ബാമിന് ഇത്തിരി ഷെയ്ഡ് കൂടുതലുള്ളതുകൊണ്ട് ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യണത്. മുഖത്തെടുക്കുക, സൈഡിലിടുക, ഓക്കെ. ആക്ച്വലി ഇത് ഇങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ഇപ്പം എനിക്കൊരു ജർമ്മനിയിൽ അറിയുന്നൊരു പെങ്കൊച്ചുണ്ട്, മലയാളിയാണ്. അവളിങ്ങനെ ഒരു പ്രാവശ്യം അവളുടെ അടുത്ത് നിന്നപ്പോൾ ഒരു പ്രാവശ്യം അവളിങ്ങനെ ഇടണ കണ്ടപ്പോഴാണ് ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നിയപ്പോഴത്തേക്കും ഇതൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. ബാക്കി കൺസീലറും എന്താണ് കോണ്ടോർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല രസമായിട്ടിരിക്കും. പക്ഷേ എന്തോ എനിക്ക് കുറേ ഇതൊന്നും എൻ്റെ സ്കിന്നിലൊന്നും എന്താണ് അഡാപ്റ്റ് ആവില്ല. സോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. സോ ഇനി നമുക്ക് ഹെയർ ചെയ്യാം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അപ്പോൾ ചെയ്ത് വെച്ചാൽ മതി. ചുമ്മാ എന്നൊരു ഷോ ഓഫിന് പറഞ്ഞതേ ഉള്ളൂ. ഏരിയയിലുള്ള മൊത്തം ആൾക്കാരെ ഞാൻ എണീപ്പിക്കാം ഗൈസ് ഇപ്പം തന്നെ. കുഴപ്പമില്ല ഗൈസ്, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. പിന്നെ കാക്ക വിളിച്ചാൽ ഒക്കാവൂലല്ലോ. സോ കുഴപ്പമില്ല. ഇതുപോലത്തെ പറഞ്ഞാൽ എനിക്കൊരു 8ാം ക്ലാസ് തൊട്ടുണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ വർഷം പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ പുതിയത് വാങ്ങിപ്പിച്ചതാണ്, നാട്ടിൽ പോയപ്പോൾ എടുത്തിട്ടൊന്നും വന്നിട്ട്. സോ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കൂടുതൽ ആഡംബരിക്കാനൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ സ്പ്രേ. ഓക്കെ, ഞാനൊരു സ്പ്രേ പ്രാന്തിയാണ്. പറ്റണ എല്ലായിടത്തും ഞാൻ സ്പ്രേ അടിച്ചു നോക്കും. ഓക്കെ ഗൈസ്, കുറച്ച് നാളത്തെ get ready with me. ഇതില്ലെങ്കിൽ ഞാൻ ബ്ലൈൻഡാണ്. ഹാപ്പി പോയിട്ട് ജനലേക്ക് അടയ്ക്കട്ടെ കേട്ടോ. 1 മിനിറ്റ്. This is my outfit. Actually, I'm so tired. എനിക്ക് ഒന്നിനൊരു എന്താ പറയുക, ഉല്ലാസമോ സംഭവം മനസ്സിലായി. ഒരു ഉഷാറാവുന്നില്ല ഞാൻ അങ്ങോട്ട്. എനിക്ക് തല വെട്ടിപ്പൊളിയുന്നു ഗൈസ്. Can't bear this pain. Actually, I would like to drink something water. പക്ഷെ വെള്ളം തീർന്നു പോയി. This is so bad. This is so bad. വെയിറ്റ്. സോ നമുക്ക് എല്ലാം റെഡിയായി, ബാഗ് സെറ്റായി. ഇനി ജാക്കറ്റ് എടുക്കണം. തൊപ്പിയൊന്നും ഞാൻ ഇടാറില്ല. ജാക്കറ്റ് എടുക്കണം, ഷൂ ഇടണം. ആൻഡ് ലെറ്റ്സ് ഗോ ഡൗൺ സ്റ്റെയർസ്. ആക്ച്വലി താഴെ ഒരു അമ്മച്ചിയുണ്ട്. ഷീസ് നൈസ്, ബട്ട് ഫോർ മീ ഐ ഡോണ്ട് കെയർ. ഐ ഡോണ്ട് ലൈക്ക് ഹർ. സോ ലെറ്റ്സ് ഗോ. സോ ജാക്കറ്റ് എടുത്തിട്ട് ഷൂസ് ഇട്ട് ജാക്കറ്റ് ഇട്ട് നമുക്ക് താഴോട്ട് പോവാം. Aber früh. Ja. Warum? Ich nicht geschlafen. Nicht gut geschlafen? Nein, ich habe Kopfschmerzen, Okay. weil ich halt gestern aufstehen, ein bisschen bevor, im Nacht 12 Uhr, ich glaube, ich soll schon aufstehen, denn
ജാക്കറ്റൊക്കെ ഊരി വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കാം. ഓക്കെ, എല്ലാവരും എന്നോട് ചോദിക്കും ഞാൻ എന്താണ് ഇവിടുത്തെ വെള്ളം കുടിക്കാത്തതെന്ന്. ഇപ്പോൾ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ കെറ്റില്. ഓക്കെ, നമ്മളിവിടുത്തെ വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എന്താ കണ്ട നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്നോടാ? വേണമെങ്കിൽ ഇവിടെ തന്നെ നോക്ക്, ഒരു വെള്ള കളറ് പാട് കാണുന്നുണ്ടോ നിങ്ങൾ? ഇതെല്ലാം ഈ വെള്ളത്തിൽ നിന്ന് വന്നതാണ്. കണ്ടാ? ആക്ച്വലി കയ്യിലെടുത്ത് കാണിക്കാൻ പറ്റും, നോക്കട്ടെ. നോക്കുക, കണ്ട? ആക്ച്വലി ഒരു തരം പൊടിയാണ്. ഫോക്കസ് കിട്ടുന്നില്ല, ഐ എം സോറി ഗൈസ്, ബട്ട് കണ്ട, ഇത്ര തരത്തിലുള്ളൊരു പൊടിയാണ് ഇവിടുത്തെ വെള്ളത്തിനകത്ത് വന്നതാക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെളുത്ത വെള്ളം തിളപ്പിച്ച് കുടിക്കാത്തത്. കാപ്പി കുടിക്കാനായിട്ട് എനിക്കൊരു മൂഡ് വന്നില്ല. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയേ ഗൈസ്. മ്യൂസ്ലി ഒന്നും ആരും ചൂടാക്കില്ല, പക്ഷെ ഞാൻ ചൂടാക്കും. അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ മ്യൂസ്ലി ചൂടാക്കണമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ എനിക്കപ്പം തിന്നാൻ കുറച്ചുകൂടി സുഖമായിട്ട് കിട്ടണ പോലെ ഫീൽ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ മ്യൂസ്ലി ചൂടാക്കുന്നത്. ആൻഡ് കണ്ടോ, ആ ചോക്ലേറ്റൊക്കെ പെട്ടെന്ന് മെൽറ്റായിട്ട് പാലിലോട്ട് വന്ന പോലെ എനിക്ക് തോന്നും. ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട് എൻ്റെ അടുത്ത്. ഞാനിതൊന്ന് സമാധാനത്തോടെ കഴിക്കട്ടെ, കൊതിയിടല്ലേ കേട്ടാ. ഒരു മിനിറ്റ് ഇത് കഴിച്ച് തീർത്തിട്ട് ഇപ്പോൾ വരാം. സോ ഗൈസ്, എൻ്റെ ചോക്കോസ് കഴിച്ച് കഴിഞ്ഞു. നോർമലി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. നോർമലി ഞാൻ 6 മണിക്ക് എണീക്കും, 6:10 എണീക്കും, 6:30 ആകുമ്പോൾ കറച്ച് റെഡിയായി തീരും, ഓടി താഴെ വരും, കൈ കിട്ടണൊക്കെ വലിച്ച് തിരും, 6:45 ആകുമ്പോൾ ഇറങ്ങി ഓടി വിടും. ഇതാണ് എൻ്റെ സെയിം കറക്റ്റ് റൂട്ടീൻ. പിന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായില്ല. ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് മൊത്തത്തിലിടാൻ പറ്റില്ലെങ്കിൽ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആക്കിയിടാം. എല്ലാവരും കാണണം, ഓക്കെ? കാണണം, ഓക്കെ ഗൈസ്. ഇപ്പം നമുക്ക് ജാക്കറ്റൊക്കെ എടുത്തിടാം, എന്നിട്ട് സ്റ്റോപ്പിലോട്ട് പോകാൻ റെഡിയാവാം. ഉറക്കം വന്നിട്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ വാതിൽ പൂട്ടി ഇറങ്ങി ഗൈസ്. ചുമ്മിട്ടെന്നേ ഉള്ളൂ, ഇതിൻ്റെ ആവശ്യമില്ല. മഞ്ഞ് വീഴുന്നു ഗൈസ്. സ്നോഫോളാണ്, സ്നോഫോളാണെന്നാണ് ഇതിൽ തോന്നണം. സ്നോഫോളാണോ മഴയാണോന്നൊരു സംശയമുണ്ട്. മഞ്ഞൊക്കെ വീണിറക്കുന്നുണ്ടോ?
തറയെ നോക്കി സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പരിപാടി തീരും ഗൈസ്. എന്തോ മേത്ത് വീഴുന്നുണ്ട് കണ്ട. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. കാണിച്ചിട്ട് നോക്കണ്ട. എന്തോ വീഴുന്നുണ്ട്. മഴയാണോ സ്നോഫോളാണോ എന്ന് മനസ്സിലാവണില്ലെന്നേ ഉള്ളൂ. എനിവേ സ്നോയാന്ന് തോന്നുന്നു ഗൈസ്. കാരണം മുടിയിലൊക്കെ കൊള്ളുന്നുണ്ട്. സോ മേ ബി സ്നോയായിരിക്കണം. കണ്ട ഗൈസ്, സ്നോഫോൾ കണ്ടോ നിങ്ങൾ? സ്നോഫോളാണ് ഗൈസ്, സ്നോഫോൾ കണ്ട. താഴത്തെ ചവിട്ടുമ്പോൾ തെങ്ങ് വീഴാതെ പ്രത്യേകിച്ച് നോക്കണം, ഇല്ലെങ്കിൽ മുഞ്ഞിയും കുത്തി വീഴേണ്ട ഒരു ഇരുട്ടത്ത്. കണ്ടോ ഗൈസ്, ഞാൻ ഒറ്റയും ഭാഗം ഉണ്ടാക്കിപ്പോയി നാട്ടുകാരെ മൊത്തം എണീപ്പിക്കും ഞാൻ. കഴിഞ്ഞെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ കഴിഞ്ഞിട്ടില്ല. കണ്ടോ, ഒരു ബസ് സ്റ്റോപ്പ് നിറച്ചത് തന്നെയാണ്. മൊത്തം സ്നോയാ ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടി സ്നോഫോളും ഉണ്ട്. അടിപൊളിയായി. ഇവിടെ 2 ബസ് വന്നു, പക്ഷെ ഇത് രണ്ടുമല്ല നമുക്ക് പോകാനുള്ളത്. രണ്ടുമല്ല നമുക്ക് പോകാനുള്ളത്. നമുക്ക് പോകാനുള്ള ബസ് പുറകെയാണ്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. പെർമനൻറ്റ് സീറ്റാണ് എനിക്ക് വേണ്ടി മാത്രമുള്ളത്. അങ്ങനെ കേട്ടെ, ഞാൻ എപ്പോൾ കയറിയാലും ഈ സീറ്റിൽ മാത്രമേ ഇരിക്കുള്ളൂ. അതെന്താ പറഞ്ഞൂടാ, എനിക്കതൊരു ഹാബിറ്റ് ആയിട്ടില്ല. നല്ല കഷ്ടവും. Straße. ചന്തൊക്കെ ആൾക്കാരെ അറിഞ്ഞാൽ ആൾക്കാരെ അറിഞ്ഞാൽ ഇവിടെ മുട്ടേന്ന് വിരിയാത്ത പിള്ളേരുടെ കയ്യിൽ വരെ ഫോണാണ്. പിള്ളേർക്കൊക്കെ കൂടിപ്പോൾ ഒരു 10 വയസ്സ് 8 വയസ്സൊക്കെ ഉണ്ടാകും. സ്നോയിങ് ആണ് ഗൈസ്. സ്നോയിങ്, ഒടുക്കത്തെ സ്നോയിങ് ആണ്. നല്ലോണം സ്നോ വീഴുന്നുണ്ട് ഗൈസ്. മൊത്തം സ്നോ വീഴും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് പോകാനുള്ള വണ്ടിയില്ലെന്നാ